ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം വിഷം തേണ്ടിയിട്ടാണ്. അത് അലി ഇബ്നു അബി താലിബിൻ്റെ ഷഹാദത്തിന് ശേഷം അദ്ദേഹത്തെയാണ് ഖലീഫയായിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹം 6 മാസവും ചിലർ ദിവസവും ഖിലാഫത്തിലുണ്ടായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു പൊതുവെ ഒരു ഇൻട്രോവേർട്ട്, ഒരു ഒതുങ്ങിയ പ്രകൃതക്കാരനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ മുആവിയ നിരന്തരമായി ഭീഷണി മുഴക്കുകയും പലതും പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭരിച്ചോളൂ, ഞാൻ രാജിവെക്കാം. അങ്ങനെയാണ് ഹസൻ റളിയല്ലാഹു അൻഹു രാജിവെക്കുന്നത്. മുആവിയ സ്വയം പ്രഖ്യാപിത ഖലീഫയായി രംഗത്ത് വരുന്നത്. പക്ഷെ അന്ന് ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, മുആവിയയുടെ മരണശേഷം ഹസനെ ഈ ഭരണം ഏൽപ്പിക്കുമെന്ന്. അങ്ങനെ ഒരു അഗ്രിമെൻ്റ് കൊടുത്തതിൻ്റെ ഫലമായി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുക എന്നുള്ളത് മുആവിയയുടെ ബാധ്യതയായി തീർന്നു. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നാൽ പിന്നെ പ്രശ്നമാണല്ലോ. അങ്ങനെയാണ് ജഅദ എന്ന് പറയുന്ന ഹസൻ്റെ തന്നെ ഭാര്യ, അവൾ അറബിയല്ല എന്നല്ല, അവൾ പിന്നെ ഹിജാസിൽപ്പെട്ട ആളല്ല. അവളെ പലവിധ പ്രലോഭനങ്ങളിൽപ്പെടുത്തി സ്വന്തപ്പെടുത്തുകയും യസീദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് പറയുകയും അവൾ മുഖാന്തരം വിഷം കൊടുത്തിട്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. അത് അവസാനം അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. പക്ഷേ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ആന്തരികാവയവങ്ങളൊക്കെ തകർന്നു വരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അത് ഹിജ്റ 40-ലാണ്, 40-ലോ 41-ലോ ആണ്. ഇപ്പൊ ഈ പൊതുവെ നമ്മൾ പറയലുണ്ടല്ലോ, ഈ ചരിത്ര ഗ്രന്ഥങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളും ഒക്കെ ഇവരുടെ സ്വാധീനത്താൽ എഴുതിയുണ്ടാക്കാം. അതെ. അപ്പൊ ഇവർക്ക് എതിരാകുന്ന ഈ സംഗതികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടല്ലോ, അതെങ്ങനെ സാധിച്ചു? അമവികൾ 93 വർഷമാണ് അമവികൾ ഉണ്ടായിരുന്നത്. അമവികൾക്ക് ശേഷം അബ്ബാസികൾ വന്നു. അബ്ബാസികൾ വന്നപ്പോൾ അമവികൾ മോശക്കാരാണ് എന്ന്, പിന്നെ തങ്ങളെക്കാൾ മോശക്കാരാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി അമവികൾ അബ്ബാസികൾ അമവികൾ ചെയ്തു കൂട്ടിയ എല്ലാ സംഗതികളും അതിൻ്റെ പിന്നെ ഭീകരതയിൽ എഴുതി. അബ്ബാസികളുടെ തോന്നിവാസങ്ങൾ എഴുതിയത് പിന്നീട് വന്ന ഫാത്തിമികളാണ്. ഫാത്തിമികളുടെ തോന്നിവാസങ്ങൾ എഴുതിയത് മംലൂക്കികളാണ്. അവസാനം വന്ന മുഗളന്മാരുടെ തോന്നിവാസങ്ങൾ എഴുതാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അതിപ്പോൾ മോഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഈ അമവികൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ച പലതും അബ്ബാസികളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അബ്ബാസികളുടെ കാലത്താണ് തബരി, ബുഖാരി, മുസ്ലിം, ഈ പറയപ്പെട്ട ആളുകൾക്ക് അബ്ബാസി ഫണ്ടിങ്ങോട് കൂടി ചെയ്തവരാണ്. അതുകൊണ്ട് എങ്കിലും അതിൻ്റെ ക്രൂരതയുടെ പൂർണ്ണമായ വിവരങ്ങളില്ല. ഇപ്പോൾ ഇബ്നു കസീറൊക്കെ പിൽക്കാലത്താണ് ഉണ്ടായത്. പിന്നെ അബ്ബാസി ഭരണത്തിൻ്റെ ഏറ്റവും ദുർബലമായ ഘട്ടത്തിലാണ് ഇബ്നു കസീറൊക്കെ വരുന്നത്. അതുകൊണ്ട് സഹാബികൾ പിന്നെ മുആവിയയോടുള്ള ആദരവിനെ പരിഗണിച്ചുകൊണ്ട് ചിലതൊക്കെ ഒഴിവാക്കി എന്നല്ലാതെ എഴുതേണ്ടുന്ന സംഗതികളൊക്കെ അവർ പിൽക്കാലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഉമർ ഫാറൂഖോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് അമ്മവിയാണ്. അബ്ദുൽ അസീസിന്റെ മകനാണല്ലോ, അമ്മവി കുടുംബക്കാരനാണ്. വിഷം കൊടുത്തു. ഈ പോയിസണിങ് അവരുടെ സ്ഥിരം പരിപാടിയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസിന് 30 വയസ്സിലുണ്ടായിരുന്നു. 27 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഭരണത്തിൽ വരുന്നത്. 30ാമത്തെ വയസ്സിൽ കൊല്ലപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം ഇനിയും ഒരു 2 വർഷമെങ്കിലും തുടരുകയാണെങ്കിൽ ഈ അമ്മവികളുടെ അഡ്രസ്സ് ഉണ്ടാവില്ലായിരുന്നു. കംപ്ലീറ്റ് അപ്പം തന്നെ അദ്ദേഹം ഈ 2.5 കൊല്ലം കൊണ്ട് തന്നെ ചെയ്തത് അമ്മവികൾ സ്വന്തം പേരിൽ എഴുതി വെച്ചിട്ടുള്ള സകല സ്വത്തുക്കളും പിടിച്ചെടുത്ത് ബൈത്തുൽ മാൽ ലയിപ്പിക്കുകയാണ് ചെയ്തത്. 1ാമത്തെ ദിവസം അദ്ദേഹം ആദ്യം ഒപ്പിട്ടത് മുആവിയ പണിത ദമസ്കസിലെ കൊട്ടാരം പൊതുസ്വത്തായി പ്രഖ്യാപിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. പിന്നീട് അങ്ങോട്ട് രാജകുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും സ്വത്തുവകകൾ കണ്ടെത്തി ലയിപ്പിച്ചു. അങ്ങനെ സഹിക്കാൻ കഴിയുന്ന സംഗതിയായിരുന്നില്ല. പിന്നെ സ്വന്തം ഭാര്യ ഫാത്തിമയുടെ സ്വത്ത് പോലും
ആഭരണങ്ങൾ പോലും ബൈത്തുൽ മാലിലേക്ക് അവകാശപ്പെട്ടതാണ്, അത് നിൻ്റെ വാപ്പ ഉണ്ടാക്കിയതല്ല, നിൻ്റെ വാപ്പ രാജാവായത് കൊണ്ടുണ്ടായതാണ്, അതുകൊണ്ട് അത് നിൻ്റെതല്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിയിട്ടാണ്. അവിടെയാണല്ലോ മറ്റേ ഉണ്ടോ സഖി ഒരു കിലോ മുന്തിരിയൊക്കെ വരുന്നത്, അത് അദ്ദേഹത്തിൻ്റെതാണല്ലോ ആ സംഭവം. നബിന്റെ മരണശേഷം അവിടെ സാബിയോടും ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാവരും ആരും പടച്ചൻ ദൈവം വിളിച്ചു മരിച്ചാലും ഒക്കെ കൊല്ലപ്പെട്ടവരും വിഷമങ്ങളും അങ്ങനെയല്ലേ അതിന്റെ ചരിത്രത്തിൽ കംപ്ലീറ്റ് ഉള്ളൂ. പ്രവാചകന്റെ ശിഷ്യന്മാരിൽ പ്രധാനികളെ എല്ലാവരെയും കൊന്നുകളഞ്ഞതാണ്. നേർക്കാരെ തന്നെ കൊന്നിട്ടുണ്ട്. സിഫീൻ യുദ്ധത്തിൽ ആയിരക്കണക്കിന് സഹാബികളാണ് കൊല്ലപ്പെട്ടത്, ചരിത്രമല്ലേ. അതുകൂടാതെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, പിന്നെ നാട് കടത്തിയിട്ടുണ്ട്. എത്ര സഹാബികളുടെ ഖബർ മദീനയിലുണ്ട്, അത് നോക്കിയാൽ മതിയല്ല. എത്ര സഹാബികളുടെ ഖബർ മദീനയിലുണ്ട്, വിരലിലുണ്ടാവുന്നത്. ബാക്കിയൊക്കെ എന്നിട്ട് അതിന് ഇവർ കഥ ഉണ്ടാക്കി. കുതിര തിരിഞ്ഞു വന്ന ഭാഗത്തേക്ക് ഇവർ എണീറ്റ് പോയിന്നോ, കുതിര തിരിഞ്ഞു വന്ന ഭാഗത്തേക്ക് എണീറ്റ് പോയിന്നോ. നാട് കടത്തിയതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞാണത്. ഈ ഖവാരിജികൾ എന്ന് പറയുന്ന വിഭാഗം യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തിൻ്റെ സൃഷ്ടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഭരണകൂടത്തിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ പഠിക്കണം. ഇപ്പോഴും നമ്മുടെ ബിൻ ലാദൻ ഉണ്ടാക്കിയതാരാ? അൽ ഖായിദ ഉണ്ടാക്കിയത്, ഐസിസ് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ തങ്ങൾക്ക് എതിരാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നതും ഇവർക്ക് കടന്നു കയറാൻ വേണ്ടി പിന്നെ ഉപായങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഇരട്ട മുഖമുള്ള ഈ രഹസ്യ വിങ്ങുകളെ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാലത്തുള്ള ഭരണകൂടങ്ങളുടെ തന്ത്രമായിരുന്നു. ആ തന്ത്രം തന്നെയാണ് ഖവാരിജ് റാഫിദികളിലൂടെ സംഭവിച്ചത്. ഈ ഖവാരിജുകൾ ആരും ഒരമവിയെയും കൊന്നിട്ടില്ല. ഇത് ഓർത്താൽ മതി നിങ്ങൾ. ഈ ഖവാരിജുകൾ ആരും ഒരമവിയെ കൊന്നിട്ടില്ല. എന്നിട്ട് ഇവർ കഥയുണ്ടാക്കി അലി ഇബ്നു അബി താലിബിനെ കൊല്ലാൻ പോകുന്ന സമയത്ത് മുആവിയയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൾ വന്നിരുന്നു. പക്ഷെ മൂപ്പർക്ക് വയറിളക്കായതുകൊണ്ട് വന്നില്ല. വയറിളക്കം ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുന്ന അപൂർവം ചില സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ വരാത്തതുകൊണ്ട് മുആവിയ രക്ഷപ്പെട്ടു, അലി കൊല്ലപ്പെട്ടു എന്നാണ് കഥ ഉണ്ടാക്കുന്ന രീതിയാണത്. അപ്പോൾ ഈ ഖവാരിജ് എന്ന് പറയുന്നത് പോലും അമവി ഭരണകൂടത്തിൻ്റെ ഒരു രഹസ്യ സേനയായിരുന്നു എന്നാണ്. ഇസ്രായേലിനെ കൊല്ലുന്നില്ല, ഐസിസ് മുഴുവൻ കൊല്ലുന്ന മുസ്ലിങ്ങളെയാണ്. അത് ആലോചിച്ചാൽ മതി. സൗദി ഭരണകൂടം ഹാൻഡ് വർക്ക് ചെയ്താണല്ലോ. അതെ 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 കഴിച്ചിട്ടുണ്ട്. അതിലും അദ്ദേഹത്തിന് മക്കളുണ്ട്. അല്ലല്ല, 4-ൽ ജനിച്ച് ഹിജറ 4-ൽ ജനിച്ച് 61-ലാണ് മരിക്കുന്നത്. 57. 57. അത് ഇംഗ്ലീഷിൽ കണക്കൂട്ടുമ്പോൾ 55, 54-55 അടുത്ത് വരും. 30 വർഷത്തിൽ ഒരു വർഷത്തിൻ്റെ വ്യത്യാസം വരും. 55. നിങ്ങൾ കാർക്കൂനായതിൻ്റെ എല്ലാ തകരാറും ആ സാഹിബിനുണ്ട്. സൈനബ് ജനിക്കുന്നത് പിന്നെ ഹിജറ അവസാനത്തെ കുട്ടിയാണ്. പിന്നെ 4-ാമത്തെ വയസ്സിലാണല്ലോ റസൂൽ വഫാത്താകുന്നത്. സൈനബിന് 5 വയസ്സുള്ളപ്പോഴാണ് റസൂൽ വഫാത്താകുന്നത്. 2 വയസ്സിൻ്റെ വ്യത്യാസം. 2 വയസ്സിൻ്റെ വ്യത്യാസം. എല്ലാവരും കർബലയിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. കർബലയിൽ രക്ഷപ്പെട്ടെന്നല്ല, കാലിലും കഴുത്തിലും ചങ്ങല വെച്ചിട്ടാണ് സൈനബിനെ സിറിയയിലേക്ക് കൊണ്ടുപോകുന്നത്, ഡമസ്കസിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കുന്ന കാര്യം, റസൂലിന്റെ പിന്തുണക്കാരെ എല്ലാവരും കൊല്ലപ്പെടുകയാണ്. നോക്കുമ്പോൾ ഇതിന്റെ ഒരു പക്ഷത്തുള്ള ഇതിലൊരു ഈ ചോദ്യം പിന്നെ യുക്തിവാദികളൊക്കെ പറയുന്ന ചോദ്യമാണ്.
ഒന്ന് അള്ള മജീഷ്യൻ അല്ല. അള്ള ഈ ലോകത്ത് ഏതെങ്കിലും തരത്തിൽ മാജിക്കലി ഇടപെടില്ല. മനുഷ്യരുടെ ഫ്രീ വില്ലിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അല്ലാണ്ട് അള്ള ഈ പ്രവാചകനെ തന്നെ സംരക്ഷിക്കുന്നില്ലല്ലോ. എന്നിട്ടല്ലേ പ്രവാചകന്റെ കുടുംബത്തെ. ഇപ്പൊ യഹിയ നബിയെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് മരത്തിന് തീ കൊടുത്തിട്ടാണ് യഹിയ നബി കൊല്ലപ്പെടുന്നത്. മരത്തിൽ കെട്ടിയിട്ടിട്ട് മരത്തിന് തീ കൊടുത്ത്. യഹിയ നബി എന്താണ് ചെയ്തത്? ഒരു രാജാവ് അയാളുടെ കാമുകിക്ക് വേണ്ടി യഹിയയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് കൊല്ലുന്നത്. ഒന്നുമില്ല, സ്നാപക യോഹന്നാൻ എന്ന ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ മഹാപ്രവാചകൻ. എത്ര പ്രവാചകന്മാർ കൊന്നിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് യഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്. എത്രയോ പ്രവാചകന്മാരെ അവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതൊന്നും അള്ളാൻ്റെ നടപടിയല്ല. അത് മനുഷ്യന്മാരുടെ പ്രവൃത്തികളെ മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു മാജിക്ക് പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏത് പ്രവാചകന്റെ കുടുംബമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? ജീവിക്കുന്നത്. അതാണ് അതിൻ്റെ വസ്തുത. അവരൊക്കെ മരണത്തിലൂടെയാണ്. ഇപ്പോൾ ഹുസൈൻ്റെ ആ കർബലയും മരണവുമാണല്ലോ ഹുസൈനെ ഇന്നിങ്ങനെ. നിങ്ങൾക്ക് അറിയാം ഒരു ഹുസൈൻ എത്രമാത്രം ഒരു സമൂഹത്തെ ചലിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ ലോകത്ത് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിൽ ഉള്ള നാമങ്ങൾ മുഹമ്മദ്, അലി, ഹുസൈൻ എന്നീ നാമങ്ങൾ. അതിൻ്റെ വ്യത്യസ്ത വേർഷനുകൾ ഉണ്ടാവും. ഹുസൈൻ, ഹസൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേർഷനുകൾ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പേരുകൾ അതാണ്. ഗാന്ധിജി തന്നെ പറയുന്നുണ്ടത്. ഗാന്ധിജി തന്നെ മനുവിനോട് പറയുന്നുണ്ട്. അദ്ദേഹം കൊല്ലപ്പെടുന്നതിൻ്റെ 2 മാസം മുമ്പ് മനുവിനോട് പറയുന്നുണ്ട്, ഞാൻ കട്ടിലിൽ കിടന്ന സാധാരണക്കാരൻ മരിച്ചതുപോലെയാണെങ്കിൽ നീ ലോകത്തോട് വിളിച്ചു പറയണം ഗാന്ധി ഒരു തോൽവിയായിരുന്നു എന്ന് പറയണം എന്ന് ഗാന്ധിജി മരിക്കുന്നതിൻ്റെ 2 മാസം മുമ്പ് മനുവിനോട് പറയുന്നുണ്ട്, വസിയത്തായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെയാണ് ആ മരണം. അവരുടെ മരണത്തിന് ഹുസൈൻ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മുഴുവനും ഈ മരണത്തെ ഈ രീതിയിൽ പ്രവചിക്കുന്നുണ്ട്. അമേരിക്ക പ്രസിഡന്റ്മാർ കൊല്ലപ്പെട്ടായിരുന്നു. അവരുടെ പ്രസിഡന്റാണ് കൊല്ലപ്പെടാത്തത്. അവരെല്ലാവരും ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമായിരിക്കും. ഈ ബദരീകത്തിലെ 313 ലക്ഷക്കണക്കിനൊന്നുമില്ല, 1000 900 ചില്ലാന. അത് ചരിത്രത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ അള്ളാഹു, ശക്തി, മലക്കുകൾ എന്നൊക്കെ നമ്മൾ സാങ്കേതികമായി ഉപയോഗപ്പെടുത്തുന്നതുള്ളൂ. ഇപ്പോൾ കയ്യൂരും കരിവള്ളൂരും കാവുമ്പായിയും വയലാറും ഒക്കെ ആ സമരങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ അപ്പുറത്തുള്ളത് ജന്മിമാരാണ്, ആയുധങ്ങളുള്ളവരാണ്, ബ്രിട്ടീഷ് പോലീസിൻ്റെ സഹായമുള്ളവരാണ്. ഇപ്പുറത്ത് വാരിക്കുന്തങ്ങൾ മാത്രമുള്ള അടിയാന്മാരാണ് ഇപ്പുറത്തുള്ളത്. എന്നിട്ട് ആ സമരങ്ങൾ വിജയിച്ചില്ലേ? അവിടെ ഏത് ബദറ, അത് അതിജീവനത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വരവുണ്ട്. ആ വരവിലാണ് സംഭവിക്കുന്നത്. അവിടെ നമ്മൾ സാങ്കേതികമായി മലക്കുകൾ വിശ്വാസം എന്നൊക്കെ പറയുന്നു എന്നുള്ളൂ. എങ്ങനെയാണ് ചെഗുവേര അങ്ങനെ ആയി തീർന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഒരു നിലനിൽക്കുന്നതിൻ്റെ, അതിവിടെ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ സംഘം ഇവിടെ നിന്ന് ഇന്ന് ഇല്ലാതാവുകയാണെങ്കിൽ അള്ളാഹുവെ നിന്റെ നാമം ഉച്ചരിക്കുന്ന ഒരാൾ പോലും ഭൂലോകത്ത് അവശേഷിക്കില്ല എന്ന് വെച്ചാൽ അവസാനത്തെ അവിടെ അങ്ങനെ ആവാതെ രക്ഷയില്ല. അത് കാലത്തിൻ്റെ ഒരു നീതിയാണ്. അവിടെ നമ്മൾ സാങ്കേതികമായി മറ്റു പലതും പറയുന്നേ ഉള്ളൂ. നമ്മളെ പാട്ടുകാരും വന്നില്ലേ? ബഷീർക്കില്ല? ആ ബഷീർക്കുണ്ട്. ബഷീർക്ക നിങ്ങൾ കുറേ കാലമല്ലോ പാടിയിട്ട്. നമുക്കിപ്രാവശ്യം നോമ്പിന് പതിവ് പോലെ ഉഷാറാക്കണം ഇൻഷാ അല്ലാഹ്.